ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും സേഫ്റ്റി അതുപോലെ തന്നെ പവർഫുൾ ആണ്. സേഫ്റ്റിക്ക് സേഫ്റ്റി ഉണ്ട്, ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സ് ഉണ്ട്, ലുക്സിന് ലുക്സ് ഉണ്ട്. അങ്ങനെ ഇത്ര ഒരു ഓൾ ഇൻ വൺ ആയിട്ടൊരു വണ്ടി നമുക്ക് നിലവില് ഒരു സെഗ്മെന്റിലും നിലവിൽ വരുന്നില്ല ഈ ഒരു പ്രൈസിംഗിൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ടാറ്റ ടിയാഗോയുടെ ഏറ്റവും പുതിയ വേർഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയുള്ള ഗോകുലം മോട്ടോഴ്സിലാണ്. നമ്മളൊപ്പം ചേരുന്നത് ഗോകുലാണ്. അപ്പോൾ ഗോകുലിനോട് ചോദിക്കാം അതിന്റെ പുതിയ വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. ഗോകുലെ, അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ പുതിയ ടാറ്റയുടെ ടിയാഗോ അല്ലേ? അതെ അതെ. അപ്പൊ കുറച്ചധികം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ? അപ്പം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? നമുക്ക് മെയിൻ ആയിട്ട് ഫ്രണ്ടിൽ വരുമ്പോഴത്തേനും ഹെഡ്ലൈറ്റിന്റെ യൂണിറ്റ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു LED ഹെഡ്ലാംപ്സ് ആണ്. പഴയതിൽ നമുക്ക് ഹാലോജൻ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലാംപ്സ് ആയിരുന്നു പഴയ വണ്ടികളിൽ വന്നുകൊണ്ടിരുന്നത്. അത് മാറ്റി നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടുന്ന രീതിയിൽ കുറച്ചുകൂടെ പ്രീമിയം രീതിയിൽ തന്നെ നമുക്ക് LED ഹെഡ്ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം പുതിയ ടൈപ്പ് മറ്റേ ഹണി കോംബ് എന്നുള്ള ഒരു സെഗ്മെന്റിലുള്ള ഗ്രിൽസ് മാറ്റിയിട്ട് പുതിയ ചിക്ലറ്റ്സ് വരുന്ന രീതിയിൽ പുതിയ ഡിസൈനിൽ വരുന്ന ഒരു ഗ്രിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ കർട്ടൻസും. അതുപോലെ നമ്മുടെ പഴയ ലോഗോയിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും പുതിയ ഷേപ്പിലുള്ള ലോഗോയും പുതിയ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതാണ് മെയിൻലി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു മാറ്റം മെയിൻലി പറയാവുന്നതാണ്. ഗ്രില്ലിന്റെ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് അതിന്റെ യൂണിറ്റ് മാറ്റങ്ങളാണ് മെയിൻലി വരുന്നത്. ഇത് എത്ര വേരിയന്റ്സിലാണ് വരുന്നത്? നമുക്ക് നിലവില് ബേസ് മോഡൽ XC, XM, XT, പിന്നെ പുതിയതായിട്ട് XZ എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പിന്റെ XZ+. ടോട്ടൽ 5 വേരിയന്റ്സിൽ അവൈലബിൾ ആണ്. പുതിയ കളേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പുതിയതായിട്ട് നമുക്ക് അരിസോണ ബ്ലൂ എന്ന് പറഞ്ഞ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്ലൂ ടൈപ്പ് ഓർമ്മ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്സോണിലൊക്കെ കണ്ടുവരുന്ന ഒരു ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ഓഷ്യൻ എന്ന് പറഞ്ഞ നെക്സോണിൽ വരുന്ന സെയിം ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു സൂപ്പർനോവ കോപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പർ ഷെയ്ഡ് അത്യാവശ്യം നല്ലൊരു ലുക്ക് തരുന്ന ഷെയ്ഡ് തന്നെയാണത്. അപ്പൊ അത് 3 ഷെയ്ഡ്സ് ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് EV-യിലാണെന്നുണ്ടെങ്കിൽ ഒരു ചില്ലി ലൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്. ഈ കിടക്കുന്ന നമുക്ക് ഏറ്റവും ടോപ്പിന്റെ മോഡലാണോ? ഇത് ഏറ്റവും ടോപ്പിന്റെ മാനുവലാണ് വരുന്നത് അല്ലേ? നമുക്ക് പറഞ്ഞേക്കണ പോലെ നമ്മുടെ ഹെഡ്ലൈറ്റ്സ് LED ആണ് വരുന്നത്. നമുക്കിപ്പോ പുറത്ത് നോക്കിയ പഴയ ഹെഡ്ലൈറ്റ്സ് പോലെ നമുക്ക് ബൾബ് കാണാൻ പറ്റത്തില്ല. അത് മുകളിൽ നിന്ന് വന്നിട്ട് നമുക്ക് റിഫ്ലക്ഷൻ ടൈപ്പ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ റിഫ്ലക്ഷൻ വരുമ്പോൾ കുറച്ചുകൂടെ വിസിബിലിറ്റി വൈഡ് ആയിട്ട് കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടുതൽ കിട്ടും. അതുപോലെ നമ്മുടെ കീയിൽ തന്നെ നമുക്ക് കാണാം നമുക്ക് ഹെഡ്ലൈറ്റ്സ് ഓൺ ആക്കാനുള്ള ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഫോളോ മീ ഹോം ഹെഡ്ലാമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ റോഡിൽ എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ നമുക്ക് വഴിയിലോട്ട് കുറച്ച് വെട്ടം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിംഗിൾ പ്രസ്സിൽ നമുക്ക് ആക്റ്റീവ് ആയിക്കോളും. നമ്മൾ ഓഫ് ചെയ്യാൻ മറന്ന പോയാൽ ഒരു 5 to 10 minutes കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഓഫ് ആയിക്കോളും. അതാണ് നമുക്ക് ഹെഡ്ലൈറ്റ്സിൽ വന്നേക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 15 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നിലവിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലുക്കും അതുപോലെ ബോൾഡ് ലുക്ക് തരുന്ന രീതിയിൽ തന്നെയുള്ള അലോയ് വീൽസ് ആണ് നമുക്ക് നിലവിൽ വരുന്നത്. ഇത് നമുക്ക് ബേസ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് ബേസ് മോഡലിൽ നമുക്ക് സ്റ്റീൽ വീൽ ഡ്രം വീലായിരിക്കും വരുന്നത്. 14 ഇഞ്ചിന്റെ ഡ്രം വീലായിരിക്കും. ഈ ബേസ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വരുന്ന ഗ്രില്ലിന്റെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രില്ലിന്റെ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പുറത്തെ ലുക്സ് ഏകദേശം സെയിം തന്നെയാണ്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ അലോയ് വീൽ ആയിരിക്കില്ല, ഡ്രം വീലായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് ടോപ്പിന്റെ നമുക്കൊരു XT എന്ന് പറഞ്ഞ മോഡൽ തൊട്ടിട്ട് നമുക്ക് ഈ ഒരു മിററിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതിന്റെ താഴത്തെ വേരിയൻസിൽ അതുണ്ടാവില്ല. മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഈ ഒരു വേരിയന്റിൽ. അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഒരു മിറർ കവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് മാറ്റം വന്നിരിക്കുന്നത് ഇന്റീരിയറിലാണ്. നമുക്ക് ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് നോക്കാം. ഇന്റീരിയറിലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് നമ്മുടെ 10 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. 10.25 ഇഞ്ചസ് ആണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിന്റെ ജസ്റ്റ് പാർക്ക് അസിസ്റ്റ്, നമ്മുടെ റിയർ വ്യൂ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ചെറിയ സ്ക്രീൻ അതുപോലെ വൈഡ് ആയിട്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു സൈഡിൽ ഒരു സെൻസറിന്റെ ഒരു ഡയഗ്രാം കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഏതൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ, അതിന് എന്തൊരു ഡിസ്റ്റൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ സെൻസറിന്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് എല്ലാം തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ കിട്ടും. അതുപോലെ നമുക്ക് സ്റ്റീറിങ്ങിനനുസരിച്ച് നമുക്ക് ഈ ഒരു ലൈൻസ് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ പൊസിഷനിങ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലുള്ള സ്ക്രീനിങ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ ഹാർമൻ കാർഡിന്റെ സൗണ്ട് സിസ്റ്റം ആണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട്. ഒരു പുതിയ ഡാഷ്ബോർഡ് പാനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടിയാഗോയുടെ ഒരു അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതിന്റെ കൂടെ പഴയ ഒരു ടോണിൽ നിന്ന് മാറ്റി ഒരു ഡ്യുവൽ ടോൺ ടൈപ്പ്
ഡാഷ് ആണ് നമുക്ക് വരുന്നത്. ഒരു ലൈറ്റ് ഈ കളറിൽ ചെറിയ വ്യത്യാസം കുറച്ചൊന്നും ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സീറ്റിലും ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്, കുറച്ചൊരു പ്രീമിയം രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു മെയിൻ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് ആണ്. അതായത് നമുക്ക് പുതിയ രീതിയിലുള്ള ഇലുമിനേറ്റഡ് ലോഗോയോട് കൂടി ടാറ്റയുടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമുക്ക് ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും. അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. നമുക്ക് നോക്കിയാൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഹോൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വണ്ടി റൈഡ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫോൺ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോൾ അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബേസ് മോഡിലോട്ട് സ്റ്റിയറിംഗ് വീൽ ഈ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത്. ബേസ് മോഡിലോട്ട് ഈ ഒരു സ്റ്റിയറിംഗ്സ് തന്നെയാണ് വരുന്നത്. ഈ ഒരു കൺട്രോൾസ് വേരിയന്റ് വൈസ് നമുക്ക് മാറ്റം ഉണ്ടാവുമെന്ന് മാത്രമല്ല സ്റ്റിയറിംഗ് കൺട്രോൾസിന്റെ കാര്യത്തിൽ. അതുപോലെ നമുക്ക് പുതിയൊരു ക്ലസ്റ്റർ ആണ് വരുന്നത്. എല്ലാ ഇൻഫർമേഷൻസോടും കൂടി ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് നമുക്ക് വരുന്നത്. ഇപ്പൊ RPM ആണെങ്കിലും നമുക്ക് സ്പീഡ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്. എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് വരുന്നുണ്ട് വണ്ടിക്കകത്ത് തന്നെ. അതെ അതെ, പുതിയ രീതിയിലോട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ്, മിറർ വിത്ത് ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ്, അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC-യുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം നല്ല കൂളിംഗ് തരുന്ന രീതിയിലുള്ള AC വിൻസ് ആണ് വരുന്നത്. ബാക്കിലോട്ട് ആണെങ്കിൽ നമ്മുടെ ഈ AC-യുടെ അത്യാവശ്യം നല്ലൊരു എയർ ഫ്ലോ നമുക്ക് ചെല്ലുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് അതിന്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫിനിഷോട് കൂടി തന്നെയാണ് നിലവിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് ബേസ് മോഡിലേക്ക് വരുമ്പോൾ മാനുവലും അത് കഴിഞ്ഞിട്ട് നമുക്ക് XM ഏത് മോഡലിലോട്ടാണ് നമുക്ക് AC വരുന്നത്? ഓട്ടോ AC വരുന്നത്? ഓട്ടോ AC നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് വരുന്നത് അല്ലേ? അതെ അതെ. അതുപോലെ നമുക്ക് ഗിയറിന്റെ ഇത് നമുക്ക് പഴയ മോഡൽ ഇങ്ങനെ തന്നെയാണോ? സെയിം പഴയ മോഡൽ തന്നെ, ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. നോവോ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. എടുത്തു പറയേണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡാഷിലേക്ക് വന്ന കളറിന്റെ ഒരു വേരിയന്റ് വന്നിട്ട് അല്ലേ? അതെ അതെ, ഡാഷ് ബോർഡിന്റെ ഒരു തീം മാറി, സ്റ്റിയറിംഗ്, അതുപോലെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസോടും കൂടി ഒരു ക്ലസ്റ്റർ, അതുപോലെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പിന്നെ ഒരു ഡാഷ് ബോർഡിന്റെ പാനലിന്റെ തീം കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് നമുക്ക് വണ്ടിയുടെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഹെഡ്ലൈറ്റ്സ്, അതുപോലെ തന്നെ DRLs കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് DRL ഓൺ ആക്കാൻ, ഓഫ് ആക്കാൻ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ അതിന്റെ ഇൻഡിക്കേഷനും കാണിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല, വേറെ കുറച്ചുകൂടെ നമുക്ക് എഞ്ചിൻ സൈഡിലാണ്. പിന്നെ അതായത് നമുക്ക് BS6-ന്റെ തന്നെ phase 2 കാറ്റഗറി എഞ്ചിനാണ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടെ റിഫൈൻഡും ഫ്യൂൽ എഫിഷ്യന്റും ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. അപ്പൊ മൈലേജിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? കുറച്ച് റിഫൈൻഡ് ആയതുകൊണ്ട് നമ്മുടെ പഴയ വണ്ടികളെക്കാട്ടും കുറച്ചുകൂടെ മൈലേജ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. എത്രയാണ് പറയുന്നത് ഇപ്പം? നമുക്ക് നിലവിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒരു 17-18 വരെ കസ്റ്റമർ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. പറഞ്ഞ പോലെ നമ്മുടെ സീറ്റിന്റെ കളേഴ്സിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് എല്ലാ സീറ്റ് ബെൽറ്റ്സും ഇന്റീരിയർ വരുമ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എല്ലാ സീറ്റ് ബെൽറ്റ്സും നമുക്ക് 3.0 ELR ടെക്നോളജിയോട് കൂടി സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത്. കുറച്ചുകൂടെ നമ്മുടെ സേഫ്റ്റിയുടെ ബേസ് ആയിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ് 3.0 ELR എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് നോക്കിയറിയാം, നമ്മുടെ ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും നമുക്ക് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ഒരു ക്രോം ഫിനിഷ് അതിനകത്ത് വരുന്നുണ്ട്. ബോഡി കളർ ഡോർ ഹാൻഡിൽ വിത്ത് ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്ക് സീറ്റിന് അടിയിൽ നിന്ന് നോർമലി വരുന്ന പോലെ തന്നെ ആ ലിവർ വെച്ചിട്ട് തന്നെയാണ് ഓപ്പൺ ആക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പം വലിയ മാറ്റങ്ങൾ വരുന്നില്ല. നമ്മൾ പഴയ ടിയാഗോയിൽ കണ്ടുവരുന്ന സെയിം ഒരു ടെയിൽ ലൈറ്റ് ആണ്, ആ ഒരു യൂണിറ്റ് സെയിം അത് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് 2 സെൻസേഴ്സ് കാണാം, 2 സൈഡിലായിട്ട് 2 സെൻസർ കാണാം. അതുപോലെ തന്നെ നമ്മൾ ടിയാഗോയുടെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ നിന്നുള്ളൊരു ബാഡ്ജിങ്, അതുപോലെ പുതിയ ടൈപ്പ് ലോഗോ. പിന്നെ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീഫോഗർ, അതുപോലെ തന്നെ റെയർ വൈപ്പർ വിത്ത് വാഷർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാർക്ക് ഫിൻ ആന്റിനയാണ്. ഇത് നമുക്ക് പുതിയ ടിയാഗോയിലാണ് വരുന്നത്. പഴയതിൽ നിന്ന് മാറി ആ ഒരു ഏരിയൽ ടൈപ്പ് ആന്റിന മാറിയിട്ട് പുതിയ ഷാർക്ക് ഫിൻ ടൈപ്പ് ആന്റിനയാണ് നമുക്ക് പുതിയ ടിയാഗോയിൽ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ബൂട്ട് സ്പേസും നോക്കാം. നമുക്ക് 242 ലിറ്റർ ആണ് നമ്മുടെ ബൂട്ട് സ്പേസിന്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്കൊരു പാർസൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ലാർജർ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് വരുന്നുണ്ട്.
പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ലഗേജ് കാര്യങ്ങൾ എന്തെങ്കിലും കയറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡബിൾ ആണ്. അത് നമുക്ക് ഈ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കുന്ന സീറ്റും കൂടെ നമുക്ക് എടുത്ത് മാറ്റിയ ശേഷം ഈ ഒരു സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമുക്ക് ഏകദേശം ഡിക്കിയോട് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഫ്ലാറ്റ് ബെഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഡിക്കി സ്പേസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് സ്പെയർ വീല് ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ നോർമൽ വണ്ടിയിൽ വരുന്ന പോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് സ്പെയർ വീല് കാര്യങ്ങളെല്ലാം വരുന്നത്. ടൂൾ കിറ്റ് ജാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ അടിയിൽ വരും. അതുപോലെ സൈഡിൽ ടൂൾ കിറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഗ്ലോബൽ ആൻഡ് ഗ്യാപ്പ് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ക്രാഷ് ടെസ്റ്റിൽ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലെ ഡ്യുവൽ എയർ ബാഗ്, ABS, EBD അങ്ങനെയുള്ള ഒത്തിരി സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ 3.8 ELR സീറ്റ് ബെൽറ്റ്, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾസ് അങ്ങനെ ഒത്തിരി സേഫ്റ്റി അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ടിയാഗോയിൽ വരുന്നുണ്ട്. ഗോകുൽ, അപ്പം ഇനി നമുക്ക് ഇതിന്റെ അറിയേണ്ട ഒരു പ്രൈസിലേക്കാണ്. അപ്പം നമുക്ക് എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്? നമുക്ക് ബേസ് മോഡൽ 4,99,000 തൊട്ടിട്ട് നമുക്ക് എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യും. അതായത് ഏതൊരു സാധാരണക്കാരനെ സ്വന്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റ നമുക്ക് പ്രൈസ് തന്നിരിക്കുന്നത്. നമുക്ക് 5,80,000 രൂപ അടുത്ത് ഒരു പ്രൈസിൽ നമുക്ക് ഓൺ റോഡ് ബേസ് മോഡൽ തൊട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് എൻഡ് നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഒരു 50 ലക്ഷം രൂപ താഴെ നമുക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ബേസ് മോഡൽ നമുക്ക് വാഹനം ഇവിടെ കിടക്കുന്നില്ല, കാണിക്കായിരുന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ ചോദിച്ചത് ബേസ് മോഡൽ നമുക്ക് എന്തൊക്കെയാണ് അഡീഷണൽ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് ഇല്ലാതെ വരുന്നത്? നമുക്ക് ഇല്ലാണ്ട് വരുന്ന നമുക്ക് ഈ ഒരു വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അലോയ് വീലിന് പകരം സ്റ്റീൽ വീൽ ആയിരിക്കും വരുന്നത്. അതുപോലെ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ കംഫർട്ട് ഫീച്ചേഴ്സിൽ മാത്രമായിരിക്കും മാറ്റം വരുന്നത്. അത് നമുക്ക് ഓട്ടോ AC പകരം മാനുവൽ AC ആയിരിക്കും, അത്രയൊക്കെ വരുള്ളൂ. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആണ്. എല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ നമുക്ക് എയർ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പം നമുക്ക് ബേസ് മോഡൽ വെച്ച് പറഞ്ഞാലും മതി. ബേസ് മോഡൽ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 60,000 മുതൽ 80,000 രൂപ വരെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. ബേസ്ഡ് ഓൺ കസ്റ്റമറുടെ സിവിൽ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഈ ഒരു ഡൗൺ പേയ്മെന്റ് തന്നെ മതിയായിരിക്കുമല്ലോ അല്ലേ? അത് കസ്റ്റമറുടെ നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു മാക്സിമം നമ്മൾ ഡൗൺ പേയ്മെന്റ് കയറ്റി അടക്കുന്ന അനുസരിച്ച് നമ്മുടെ EMI നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചാണ് സേഫ്റ്റിയാണ് കൂടുതൽ നോക്കുന്നതെങ്കിലും നമുക്ക് ടാറ്റയുടെ വണ്ടി തീർച്ചയായിട്ടും ടിയാഗോ നമുക്ക് നോക്കാവുന്ന. നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഈ ഒരു പ്രൈസിംഗിൽ ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേറൊരു വണ്ടി നമുക്ക് നോക്കിയാൽ ഇല്ല. അതായത് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും സേഫ്റ്റി അതുപോലെ തന്നെ പവർഫുൾ ആണ്. സേഫ്റ്റിക്ക് സേഫ്റ്റി ഉണ്ട്, ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സ് ഉണ്ട്, ലുക്സിന് ലുക്സ് ഉണ്ട്. അങ്ങനെ ഇത്ര ഒരു ഓൾ ഇൻ വൺ ആയിട്ടൊരു വണ്ടി നമുക്ക് നിലവില് ഒരു സെഗ്മെന്റിലും നിലവിൽ വരുന്നില്ല ഈ ഒരു പ്രൈസിംഗിൽ. അപ്പൊ ഏതൊരു സാധാരണക്കാരനാണ് നമുക്ക് ഏതൊരാൾക്കും നമുക്ക് ധൈര്യമായിട്ട് ഇഷ്ടത്തോടുകൂടി വാങ്ങാവുന്ന ഒരു വാഹനമാണ് നമുക്ക് ടിയാഗോ. അപ്പൊ എന്തായാലും ഞാൻ ഗോകുലിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പുതിയ ടിയാഗോനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്കിങ്ങിനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിന് വാഹനം അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അതിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഗോകുൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു, നമ്മളിപ്പോ നിൽക്കുന്നത് തൊടുപുഴയുള്ള ഗോകുൽ മോട്ടോഴ്സിലാണ്. നമുക്ക് ജസ്റ്റ് ലൊക്കേഷനോട് ഒന്ന് പറഞ്ഞു കൊടുത്തേ ഗോകുൽ. നമുക്ക് തൊടുപുഴ വെങ്ങല്ലൂരും മങ്ങാട്ടുകോല ബൈപ്പാസിലായിട്ട് അൽനസർ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് വടക്കുമുറിയിലായിട്ടാണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.